റിയാദ് വെള്ളിയാഴ്ച സുഖാന്ന് വണ്ടി ഓടിക്കാൻ. ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. മലക് ഫാദ് ഈ വലത്തെ സൈഡ് കാണിക്കുന്നത് കിങ്ഡം ടവർ മംലക്കാന്ന് പറയും അറബിയിൽ. അത് കഴിഞ്ഞ് പാലത്തിൻ്റെ അടിയിൽ കൂടി പോയി. ഇത് വെള്ളിയാഴ്ച ജുമാൻ്റെ മുമ്പാണ്, അതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം അവിടുത്തെ തിരക്ക്, നല്ല തിരക്കാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ടിൽ ക്യാമറ വെച്ചിട്ട് എടുക്കുന്നതാണ്. നമ്മളെ ഡ്രൈവിങ്ങിൻ്റെ ഫ്രണ്ട് ഇത് ഗ്ലാസ്സിലേക്ക് ഒട്ടിപ്പിച്ച് ചെറിയൊരു വീഡിയോ നമുക്ക് ഈ മലക് ഫാദിനെ പറ്റിയിട്ട്. അപ്പുറത്തെ 2-3 ബിൽഡിങ്ങും കഴിഞ്ഞു പോയി. ഞാൻ പെട്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് വീഡിയോ എടുക്കാൻ. അപ്പോഴേക്ക് നമ്മൾ അൾറാജ് ബിൽഡിങ്ങും പിരി ബിൽഡിങ്ങും കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത് എടുക്കാൻ. അപ്പോൾ നമ്മൾ പൈസലിയ ടവറാണ് ഇനി കാണാൻ പോകുന്നത്. പൈസലിയ ടവർ ഇവിടെ മാറാൻ മതി. ഇപ്പോൾ കുറച്ചോ 2 സൈഡും ഈത്തപ്പനങ്ങളെല്ലാം ആക്കിയിട്ട് ഭയങ്കര രസമാണ് ഈ റോട്ടിൽ. തിരക്കില്ലെങ്കിൽ ഈ റോട്ടിൽ വണ്ടി ഓട്ടാൻ നല്ല രസമാണ്. ഫൈസലിയ ടവറാണ് നമ്മൾ കാണുന്നത്. തൂയിമോന പോലെ കാണാൻ തുടങ്ങി. നമ്മളെ ഇടത് ഭാഗത്ത് നോക്കേ ഇവര് കാണാം ഫൈസലിയ ടവർ. ഇതാണ് ഫൈസലിയ ടവർ. ഇപ്പം കാണാൻ ക്ലിയർ ആയിട്ട്. ഇത്ര ഫ്രീ ആയിട്ട് എപ്പോഴും കിട്ടൂല റോഡ്. വെള്ളിയാഴ്ച രാവിലെ ഷൂട്ട് ചെയ്യുന്ന പോലെ എപ്പോഴും എടുക്കാൻ പറ്റൂല. ഈ സമയത്താണ് തിരക്കില്ലാത്ത സമയം. നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ റോഡ് ഭയങ്കര ബിസി ആയിരിക്കും. നിസ്കാരത്തിന് മുമ്പ് രാവിലെ മുതൽ എപ്പോഴും ഇവിടെ നല്ല ഇതുപോലെ തന്നെ ഉണ്ടാവും. നല്ല രസമാണ്. റിയാദിൽ മലക് ഫാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹരാണ്. ആദ്യത്തെ റിയാദിലെ ഏറ്റവും നല്ല റോഡും കുറേ ബിൽഡിങ്ങുകളൊക്കെ വന്ന് ഇപ്പോൾ കിങ് സൽമാൻ റോഡൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. കുറേ ബിൽഡിങ്ങുകൾ ഇപ്പോൾ പ്രത്യേകം പല റോഡ്, കിങ് അബ്ദുള്ള റോഡൊക്കെ അടിപൊളിയാകുമ്പോൾ പല റോഡുകളും ഇപ്പോൾ ഭയങ്കര ഡെവലപ്മെൻറ്റായി. മുമ്പ് റിയാദിൽ മലക് ഫാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും രാത്രികളിൽ വണ്ടി എടുത്തിട്ട് വരാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. പിന്നെ മറ്റന്നാൾ ഇവിടെ നാഷണൽ ഡേ വരുന്നല്ലേ, ആ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര രസമായിരിക്കും ഫുള്ളായിട്ട്. മുമ്പൊന്നും അങ്ങനെ പാടില്ലായിരുന്നു. അന്ന് നമ്മളെല്ലാം വന്ന ഫഹദിൻ്റെ സമയത്തൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ആഘോഷങ്ങളൊന്നുമില്ല. ദുബൈയിലേക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ദുബൈ ഖത്തറൊക്കെ നല്ല ആഘോഷിക്കുന്ന കാണാമെന്നല്ലാതെ ഇവിടെ അങ്ങനെ ആഘോഷമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ അതിൻ്റെ പതാക എല്ലാം വെച്ചു. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് മറ്റന്നാളൊക്കെ നല്ല പരിപാടികളായിരിക്കും. ഈ കാണുന്ന റൈറ്റ് സൈഡ് കാണുന്ന ബിൽഡിങ്ങിൽ നിന്നാണ് അൽ ജസീറ പോലെയുള്ള വലിയ വലിയ ചാനലുകൾ പ്രക്ഷേപണം ചെയ്യുന്ന ലൈവായിട്ട് കിങ് ഫാദിൽ വണ്ടി ഓടുന്നെല്ലാം കാണുന്നത് ഈ ബിൽഡിങ്ങിൽ നിന്നാണ്. ഇത് മീഡിയ ബിൽഡിങ്ങാണ്. അത് ഈ താമര, മലയാളികൾ പറയുന്ന പോലെ താമര ബിൽഡിങ്ങാണ് നെക്സ്റ്റ് അടുത്ത ഭാഗത്തു കൂടി നമ്മൾ കാണാൻ പോകുന്നത്. പാർലമെൻ്റ് എന്നും പറയും ആൾക്കാർ. താമര ബിൽഡിങ്, പാർലമെൻറ്റ്. മലയാളികൾക്ക് ഓരോരോ ഇഷ്ടം പോലെ പറയും. ആരെങ്കിലും പറയുന്ന കേട്ടത് പറഞ്ഞുകൊണ്ടിരിക്കും. സത്യത്തിൽ അതിനെ അറബിയിൽ പറയുന്നത് വസാറത്തുൽ ആമ, ഇങ്ങനെ നിയമ നടപടികളിലെടുക്കുന്ന സ്ഥലം എന്നാണ് പറയാറ് പ്രത്യേകിച്ച്. അപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഷാര വസ്സാമിലാകുമ്പോൾ ഞാൻ നിർത്തും വീഡിയോ. ആ മുമ്പ് കാണുന്നത് ANB ബാങ്ക്, പിന്നെ ഇനിയിപ്പോഴത്തെ റമാദ ഹോട്ടലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാര വസ്സാമിൽ കയറി പള്ളിയിൽ കയറണം. വെള്ളിയാഴ്ച അതിൻ്റെ സമയമായി. ഇത്രയും നല്ല ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരാളെ കൊണ്ടുവിടാണ്ടായിരുന്നു വിളിയാൻ.
അങ്ങനെ വരുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തതാണ്. കുറേ ആയി ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ കുറേ ദിവസത്തെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാതെ വെച്ചപ്പോൾ നമുക്ക് തോന്നി ഒരു വീഡിയോ എന്തായാലും എടുത്തിട്ട് ഇടാമെന്ന്. റൈറ്റ് സൈഡ്, എൻ്റെ റൈറ്റ് സൈഡ് ഇപ്പോൾ കാണുന്നില്ല, കാണും. ഇതാണ് റമാദ, നമ്മളെ ഹോട്ടലാണ്. ഈ റമാദ ഹോട്ടൽ കഴിഞ്ഞിട്ട് ഞാൻ യൂട്ടേൺ അടിക്കും. ഇത് റമാദ ഹോട്ടലിലേക്ക് പോകുന്ന എക്സിറ്റ്. ഞാൻ എക്സിറ്റ് കയറുന്നില്ല, ഞാൻ നേരെ പോകുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പള്ളിയിൽ കാമത്ത് കൊടുക്കുന്നതിൻ്റെ മെസ്സേജ് വന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.